എന്തൊരു മഴയാടോ. പണ്ടാരം പിടിച്ച മഴ. വീട്ടിലാണെങ്കിൽ പാമ്പും കയറിയെന്നല്ല. ഇങ്ങനത്തെ മഴയത്തല്ല എങ്ങനെയാടാ പുറത്തിറങ്ങി വന്നേ? പണിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. പാമ്പിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ദേ വരുന്നു. എടാ 2000 ഉറുപ്പ്യ ഉണ്ടാ? നിനക്ക് എന്തിനാ പൈസ? കുടിച്ചാളേനാ? എടാ വി നിന്റെ ഉണ്ടാടാ? എന്റെ സൈസേട്ടാ, നിങ്ങൾക്ക് രാവിലെ തന്നെ കുടിക്കാനും പൈസ ഉണ്ടല്ലോ. രൂപേഷേ നിന്റെ ഉണ്ടാടാ? ഇപ്പൊ തന്നെ എനിക്ക് നല്ല പൂസാണല്ലോ. കിട്ടിയുടെ യൂറിയിലേക്ക് പോയാനല്ലേ? എടാ ഞാൻ വാങ്ങിയൊന്നുമല്ലടാ, എൻ്റെ അടുത്താടാ പൈസ. ഞാൻ ആ വീട്ടിൽ കൂടെ പോയി അവർ ഒഴിച്ചു തന്നെയാടാ. നിനക്ക് എന്തിനാ പൈസ? എടാ സ്കൂൾ തുറക്കാറായില്ലടാ, പിള്ളേർക്ക് ബാഗും കൂടെയൊന്നും വാങ്ങിയില്ലടാ. പിന്നെ നിന്റെ ബാഗും കൂടാ നിന്നെ നമുക്കറിയില്ലേ, ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിക്കോളൂ. ഒന്ന് പോയ സൈസാർന്ന്. ഒരു മിനിറ്റ്. അയാളേൽ പൈസ ഇല്ലായിട്ടൊന്നല്ല, കൊടുക്കൂല. അർത്ഥമായിക്ക് ഉപ്പേച്ചെന്ന് പറയുമ്പോ മണ്ണ് വരത്തേക്കാൻ പറയുന്ന ആളാണ് അയാള്. നാമോ ഇത് ചാപ്പ് കൊണ്ടുപോവാ. അല്ലെങ്കിലും കുടിച്ചിട്ട് വന്നാൽ ആരാടാ പൈസ കൊടുക്കുക? ഞാനൊന്നും കൊടുക്കൂല. പിന്നെ പുള്ളീനെ പറഞ്ഞ കാര്യം. അയാള് വരുന്നുണ്ട്, കേക്കണ്ട. കേട്ടാ നമുക്കെന്നടാ. പോയാ പാമ്പ് പോയി. രൂപേഷേട്ടാ, ആ കൊടുത്തൂടെ തന്നെ പുള്ളിക്ക്? പണിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടിരിക്കും. എടാ പണിയിലൊന്നല്ല പോവൂലേ, അതെങ്ങനെ എന്നേരം കൂടി നടക്കൂല്ലോ. അതാ രൂപേഷേട്ടാ പിന്നെയും വരുന്ന അയാള്. ഓ ഇത് നേരത്തെ കട പാമ്പായല്ലോടാ. ഇവര് കുടിക്കാൻ എടുത്താൽ ഇങ്ങനെ പൈസ കിട്ടുന്നത്? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. എടാ ഞാനൊരു 2000 ഉറുപ്പ്യ ചോദിച്ചപ്പോ ഒരുത്തൻ്റെ ഇല്ല. അല്ല രൂപേഷേ, ഞാൻ കുടിയനാ. എന്ത് വിചാരിച്ചിട്ട് ഞാൻ കുടുംബം നോക്കാണ്ട് നിന്നിട്ടില്ല. പൈസ ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നോടൊക്കെ ചോദിച്ചേ. അയ്യോ എന്താ പറ്റിയടാ? രൂപേഷേട്ടാ ഒന്ന് നോക്കിയേ. രൂപേഷേട്ടാ പണി വെച്ച് നിന്റെ ഓൾ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ടാ പൈസ. നിന്റെ വെച്ചാൽ തീർന്നു ഓൾ അക്കൗണ്ടിൽ അയച്ചിട്ട് ഞാൻ പൈസ. വണ്ടി വിളിക്കടാ സതീശ, നീ കണ്ണു തുറക്കടാ. പൈസ വീട്ടിൽ കൊടുത്തിട്ടാ സതീശ. നീ എണീക്കടാ സതീശ. അയ്യോ.